കടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. മേലേക്ക് നോക്കണ്ട, സമ്മതിച്ചു. വളരെ ദീർഘമായിട്ട് സംസാരിച്ചല്ലോ. ബ്രാഹ്മണൻ തലയാണ്, രാജാവ് ബാഹുക്കളും, വൈശ്യൻ ഊരുക്കളും, ശൂദ്രൻ പാദങ്ങളും. ഏത് പുസ്തകത്തിലാണെന്നറിയോ? അയ്യയ്യേ, അത് ഗീതയെ പറഞ്ഞല്ലേ? ആ, ഗീതയിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്യസ്യ മാർഗസ്യ ക്ലിഷ്ടം. വിചാരധാര പേജ് 44. ഹിന്ദു ഒന്നാണോ? ഹിന്ദു ഒന്നാണെന്നുള്ളത് എന്റെ അഭിപ്രായമാണ്, അല്ലാതെ താങ്കൾ പറയുന്നത് പോലെ എം വി ഗോവിന്ദന്റെ അഭിപ്രായം പറയാനല്ല ചോദിച്ചു വാങ്ങണ്ടായിരുന്നു. ഞാൻ ഹിന്ദു ഒന്നാണ്, സുജയ പരിവാർ എന്നല്ല. സുജയുടെ പരിവാർ ചിലപ്പോൾ സംഘമായിരിക്കും, സുജയുടെ പരിവാർ ചിലപ്പോൾ സംഘമായിരിക്കും. എന്തായാലും എം വി ഗോവിന്ദൻ പരിവാർ അല്ല ഞാൻ. ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. നിങ്ങൾ നോക്കൂ, സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിൽ കീഴ്പ്പെട്ടോ എന്നാണ് ചോദ്യം. ആ വിചാരധാര സംഘപരിവാറിന്റെ രാഷ്ട്രീയധാരയാണ് വിചാരധാര. ആ വിചാരധാരയിലെ 44-ാമത്തെ പേജിലെ ഒരു ശ്ലോകമാണ് ഞാൻ ഉദ്ധരിച്ചത്. അതിന്റെ അർത്ഥം താങ്കൾ പറയൂ. സംഘം എന്നത് സ്വധർമ്മം എന്നും പറയുന്നുണ്ട്. ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് ആരും പറഞ്ഞു? സ്വധർമ്മം ആചരിക്കുന്ന എല്ലാവരും സംഘം എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി ആണെന്ന് വേണമെങ്കിലും പറയാം. അതൊക്കെയാണ് സംഘപരിവാറിന്റെ വിചാരധാര. താങ്കൾക്കത് പറയാം. ഞാൻ ചോദിക്കട്ടെ, വിചാരധാരയിലെ വാചകം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് വരും? അല്ല, വേണ്ട. ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ വാചകം എടുത്ത് വിചാരധാര ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. എനിക്ക് എന്തായാലും മതം വെച്ച്, വിചാരധാര വെച്ച്, അങ്ങനെ ഓരോന്നും എടുത്ത് ഹെജിമടി വെച്ച് അങ്ങനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ പറയുന്നത് സംഘപരിവാറിന് കീഴ്പ്പെട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യവും വെള്ളാപ്പള്ളിക്കില്ല എന്ന് മാത്രമല്ല, സംഘപരിവാർ ആരെയും കീഴ്പ്പെടുത്തുന്ന ഒരു ശക്തിയോ അങ്ങനെയുള്ള രീതിയോമല്ല. അടിമത്ത സ്വഭാവമുള്ള തോന്നും. ഞാൻ ഈ വിഷയത്തിലൂന്നിയാണ് സംസാരിക്കുന്നത്. ജാതി സെൻസസിനെ ഞാൻ അനുകൂലിക്കുന്നുണ്ട്. പിന്നെ താങ്കൾ ഞാൻ ജാതി വേണ്ട എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി എല്ലാവരിലേക്കും അത് വിഭജിച്ച് കിട്ടുന്ന രീതിയിലാണ് അത് ഉറപ്പാക്കേണ്ടത്. ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. നാക്കിനെ തള്ളി പറയരുത്. സാമ്പത്തിക സെൻസസ് നടത്തണം. സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥ എന്ന് പറയുന്നത് എന്ത് അവസ്ഥയാണ്? രാഷ്ട്രീയ അവസ്ഥ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടോ? ഉണ്ടല്ലോ. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് രാഷ്ട്രീയമായ അവസ്ഥയാണ്. അധികാരസ്ഥാനം, അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോകുന്നവർക്ക് അങ്ങനെ തോന്നും. എന്താണ് താങ്കൾ ഈ ബ്യൂറോക്രസിയിലുള്ള നിങ്ങളുടെ സ്ഥാനം, നിങ്ങൾക്ക് രാഷ്ട്രീയ വിഭവങ്ങളിലുള്ള സ്ഥാനം, നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ അധീശത്വത്തിലുള്ള സ്ഥാനം, ഇതെല്ലാം രാഷ്ട്രീയ വിഭവങ്ങൾ കൂടിയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മതാടിസ്ഥാനത്തിൽ വേണമെന്നാണ്. പാടില്ല. മതവും ജാതിയും രണ്ടാണ്. അതും മനസ്സിലാക്കൂ ദേവി. ഇത് ഞാൻ പറഞ്ഞത് എന്താ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. തന്നെ ജാതിയെ കുറിച്ച് പറഞ്ഞതാരാണ്? ഹിന്ദുവിൽ തന്നെ ജാതി സംവരണം അല്ലെങ്കിൽ ജാതി സെൻസസ് വേണം എന്ന നിലപാട് താങ്കൾക്കുണ്ടോ? ഒരു തവണ പറഞ്ഞു കഴിഞ്ഞില്ല. അനാവശ്യമായ കോപം കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് നിനക്ക്. ഇപ്പൊ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ താങ്കൾ തന്നെ പറയുന്നു ജാതി അടിസ്ഥാനത്തിൽ അത് പാടില്ല. സെൻസസ് നടപ്പാക്കുന്നതിന് ഞാനും എതിരല്ല, ഈ രാജ്യവും എതിരല്ല, ഈ രാജ്യത്ത് അല്ല. അവിടെയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ച ആശയം. ഇന്ത്യ മുന്നണിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്കത് മറ്റൊരു ചർച്ചയിലാകാം. അല്ലല്ല, ശരി, അല്ലല്ല, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. താങ്കൾ പറയുന്നതിലെ വൈരുദ്ധ്യം കാട്ടുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഒന്നുകിൽ താങ്കൾക്ക് അത് അംഗീകരിക്കാം, അതല്ലെങ്കിൽ താങ്കൾക്ക് അത് ഡിഫെൻഡ് ചെയ്യാം. അത് താങ്കളുടെ ഇഷ്ടം, വിട്ടോളൂ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ഞാനും തന്റെ കാര്യം നോക്കിയാൽ മതി. ഞാൻ എന്റെ കാര്യം തന്നെ നോക്കുന്നത്. നിന്റെ കാര്യം നോക്കാൻ വന്നു. ഞാൻ എന്ത് ചെയ്തു? സംഘപരിവാറിന് ഞാൻ തയ്യാറല്ല. എന്താണ് കുബുദ്ധിക്ക്, അതായത് വിഷയം മാറ്റി കൊണ്ടുപോകുന്ന ആ കുബുദ്ധിക്ക് വളരെ ബിലോ ദ ബെൽറ്റ് ആർഗ്യുമെന്റ് ആണ്. അല്ലല്ല, ഓവർ ദ ബെൽറ്റ് തന്നെയാണ്. കുറച്ചു നേരം നീ തുടങ്ങിയിട്ട് ഈ കൈ മുദ്ര അടിക്കാൻ മാത്രമല്ല, തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. വിചാരധാരയും ഉള്ളിയും ഒക്കെ സാംസ്കാരികമാണ്. വിചാരധാര സംഘപരിവാറിന്റെ പുസ്തകമാണ്. ആ സംഘപരിവാറിന്റെ പുസ്തകത്തിൽ ഹിന്ദുവിനെ ഭാഗമാണ്. വെള്ളാപ്പള്ളി നടേശൻ വിചാരധാര അനുകൂലിക്കണം, അംഗീകരിക്കണം. മോങ്ങായിരുന്ന പട്ടിയുടെ നല്ല തേങ്ങ വീണ് വിചാരധാരയ്ക്ക് കീഴ്പ്പെടണം, വിചാരധാര ആയിരിക്കണം അദ്ദേഹത്തിന്റെ പുസ്തകം എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ദൈവദശകമായിരിക്കും അദ്ദേഹത്തിന് മുന്നിൽ എടുത്തു വെക്കും.
ഒരു കാരണവശാലും വിശ്വസിച്ച് നിൽക്കാൻ കൊള്ളാവുന്ന ഒരാളല്ല രാഷ്ട്രീയത്തിൽ. ദൈവദശകമല്ല, ദൈവദശകമായിരിക്കും. അത് മാറ്റി അനുകമ്പാദശകവും വിചാരധാര ആത്മോപദേശ വെക്കണമെന്ന് ശതകവും കാര്യമില്ല. ദൈവദശകവും ഒക്കെ തന്നെ ആയിരിക്കണം SNDP പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് വിദ്വേഷം ഒന്ന് മാറ്റിവെച്ചു. ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? എനിക്ക് സംഘപരിവാറിനോട് വിദ്വേഷമൊന്നുമില്ല, എനിക്ക് നാസിസത്തോട് വിദ്വേഷമൊന്നുമില്ല, എനിക്ക് രാഷ്ട്രീയമായി വിയോജിപ്പേ ഉള്ളൂ. ആരോടും വിദ്വേഷം സംഘപരിവാർ രാഷ്ട്രീയ സംഘടനയല്ല, രാഷ്ട്രീയ വിയോജിപ്പുണ്ടാവാൻ. തീർച്ചയായിട്ടും ഉണ്ടാവണം. സംഘപരിവാർ ഒരു രാഷ്ട്രീയ ആശയമാണ് എന്നെ സംബന്ധിച്ച്. അത് താങ്കളുടെ മാത്രം. അറിയില്ലേ അവളുടെ സ്വഭാവം? ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.